നമസ്കാരം, ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. 2021 വരെ കടുത്ത അവഗണനയിലായിരുന്ന കോഴിക്കോട് ഊട്ടി ഹ്രസ്വപാതയുടെ ഭാഗമായ മാവൂർ എരഞ്ഞിമാവ് വരെയുള്ള ദയനീയാവസ്ഥയിലുള്ള റോഡ് നവീകരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് 17 കോടി അനുവദിച്ചു. 2023 മാർച്ചോടെ പൂർത്തിയാക്കേണ്ട പ്രവൃത്തി ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ കാരണം ഒരു വർഷം കഴിഞ്ഞാണ് അവസാനിച്ചത്. 2023 ഡിസംബർ 11 തുടങ്ങിയ പണി 6 ദിവസം കൊണ്ട് തീർത്തു. അനുബന്ധ ജോലികൾ തിരക്ക് പിടിച്ച് നടത്തുന്നതിനിടെയാണ് റോഡിൽ 9ഓളം സ്ഥലങ്ങളിൽ വിള്ളലുണ്ടായത്. കൂളിമാടിനും പന്നിക്കോടിനുമിടയിൽ 3 സ്ഥലങ്ങളിലാണ് മീറ്ററുകളോളം നീളത്തിൽ റോഡ് വിണ്ടുകീറി ടാറിങ് ഇളകി വേർപെട്ടത്. തുടക്കം മുതൽ തന്നെ പ്രവൃത്തിയിലുണ്ടായ അപാകതകളും നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രവൃത്തി തിരക്കിട്ട് നടത്തുകയായിരുന്നു. കനത്ത അഴിമതി നടന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ടാറിങ്ങിന് മുന്നോടിയായി പഴയ റോഡ് കുഴിച്ചു മാറ്റി ബിറ്റുമിൻ മെക്കോഡം മിക്സ് ഉപയോഗിച്ച് ഉപരിതലം പുതുക്കേണ്ടതുണ്ട്. എന്നാൽ പല ഭാഗത്തും വേണ്ട രീതിയിൽ ഇത് ചെയ്തിട്ടില്ല. ഇതാണ് റോഡ് തകരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. റോഡിൽ ഒരിടത്തും ഓവുചാൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. മഴ പെയ്താൽ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കും. മണ്ണും കല്ലും റോഡിലേക്ക് ഒഴുകി വരാനും സാധ്യതയുണ്ട്. റീടാറിംഗ് വൻ വിവാദമാവുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നതോടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് സംഘം 7 പരിശോധന നടത്തി. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അൻസാറിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടാറിങ്ങിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. പ്രാഥമിക പരിശോധനയിൽ തന്നെ ക്രമക്കേടുകൾ കാണുന്നുവെന്നും ലാബ് പരിശോധനാ റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും ശേഷം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ജനങ്ങളുടെ പ്രതീക്ഷയിൽ വന്ന വിള്ളലടയ്ക്കാൻ സർക്കാരിനും കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം കുറ്റക്കാർക്ക് എതിരെ ശക്തമായ നടപടിയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു.